ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ PSYCHO.04. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തെ ഇരട്ട ദുരന്തത്തിലേക്ക് നയിച്ച കരിപ്പൂർ വിമാനാപകടത്തെക്കുറിച്ച്. ആഗസ്റ്റ് 7:40 ദുബായിൽ നിന്നും പറന്ന് 3.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് കരിപ്പൂരിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത ബോയിങ് 737 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായിരുന്നു അതിന്റെ കാരണം? വിമാനത്തിന്റെ മെയിൻ പൈലറ്റ് ദീപക് സാത്തെ എന്ന 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ലാൻഡിങ്ങിന് മുമ്പ് തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായി ലാൻഡിങ്ങിന് വേണ്ടി പെർമിഷൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ATC റൺവേ 2 ഇറക്കാൻ വേണ്ടി ദീപക് സാത്തേക്ക് പെർമിഷൻ കൊടുത്തു. പ്രതികൂലമായ കാലാവസ്ഥ കാരണം അദ്ദേഹം റൺവേ 2 ഇറക്കാൻ സാധിക്കാതെ വരികയും വിമാനം പിന്നീട് ഗോ അറൗണ്ട് ചെയ്ത്, അതായത് ഒന്നുകൂടി വിമാനത്താവളം ചുറ്റി വന്ന് വീണ്ടും റൺവേ 1 ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. റൺവേ 1 തന്നെ ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മുമ്പോട്ട് നീങ്ങി ഏകദേശം പകുതി ദൂരം പിന്നിട്ടപ്പോഴാണ് വിമാനത്തിന്റെ ടയറുകൾ നിലത്ത് തട്ടിയത്. അതിനാൽ തന്നെ ഈ വിമാനത്തിന്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള ദൂരം അത്രയും റൺവേയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. മാത്രമല്ല, മറ്റൊരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാറ്റിന്റെ ദിശയും ഈ വിമാനം പോകുന്നതിന്റെ അതേ ദിശയിൽ തന്നെ ആയിരുന്നു എന്നതാണ്. പക്ഷേ അത് ഏകദേശം 12-14 നോട്ടിക് സ്പീഡ് മാത്രമേ ഈ ഒരു കാറ്റിനുണ്ടായിരുന്നുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്ലെയിനിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ ആവശ്യമായ ദൂരം റൺവേയിൽ കിട്ടാത്തതിന്റെ സാഹചര്യത്തിൽ വിമാനം അനിയന്ത്രിതമാവുകയും നേരെ പോയി ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ട് തന്നെ നേരെ പോയി ഗർത്തത്തിലേക്ക് വീഴുകയുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും, എന്താണ് ഈ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറഞ്ഞാൽ? ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറഞ്ഞാൽ ആ റൺവേ ഏകദേശം നമ്മുടെ ഒരു ടേബിൾ പോലെ ഇരിക്കും. അതായത് ടേബിളിന്റെ മുകളിൽ നിന്നും ഒരു വസ്തു എങ്ങനെയാണോ താഴേക്ക് വീഴുന്നത് അതുപോലെ ആയിരിക്കും ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്നും വിമാനം താഴേക്ക് വീഴുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ 2 കുന്നുകൾക്കിടയിലുള്ള സ്ഥലങ്ങൾ നികത്തിയെടുത്ത് ആ 2 കുന്നുകൾക്കിടയിൽ റൺവേ നിർമ്മിക്കുന്നത് പോലെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നിർമ്മിക്കാൻ ഏകദേശം 3 കുന്നുകളോളം ഇടിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ 3 കുന്നുകൾ ഇടിച്ച മൊത്തം മണ്ണുകൾ നിക്ഷേപിച്ചിട്ടാണ് ഒരു ടേബിൾ പോലെ ചുറ്റിലും മണ്ണുകൾ നികത്തി പൊന്തിച്ചു കൊണ്ടുവന്ന ഒരു റൺവേ ആണ് കരിപ്പൂരിലേത്. പിന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിമാനത്താവളത്തിലുള്ള റൺവേയിൽ ആവശ്യമായി ദൂരം ഇല്ലായിരുന്നു എന്നതാണ്. നീളക്കുറവ് പറഞ്ഞത് ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1600 മീറ്റർ ആണ് ഒരു ബോയിങ് വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ ആവശ്യമായ റൺവേയുടെ നീളം. എന്നാൽ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേക്കുള്ള നീളം എന്ന് പറയുന്നത് 2860 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ റൺവേയുടെ നീളം ഒരിക്കലും ഈ ഒരു ക്രാഷിന് കാരണമായി വരുന്നില്ല. പിന്നീട് പറഞ്ഞ കാരണം റബ്ബർ നിക്ഷേപമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, വിമാനം റൺവേയുടെ നടുവിലേക്കാണ്. വിമാനം ഇറങ്ങുമ്പോൾ തന്നെ റൺവേയുടെ പകുതി ദൂരം പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പകുതി ദൂരം പിന്നിട്ട സ്ഥലത്ത് റബ്ബർ നിക്ഷേപം വളരെ കുറവായിരിക്കും. കാരണം വിമാനം ലാൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് റബ്ബർ നിക്ഷേപം കൂടുതലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ വിമാനം പകുതി ദൂരം പിന്നിട്ട് ലാൻഡ് ചെയ്തത് കൊണ്ട് തന്നെ റബ്ബർ നിക്ഷേപം കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ റബ്ബർ നിക്ഷേപം കൊണ്ടാണ് ഈ ഒരു വിമാനം തെന്നി മാറി എന്ന് പറയുന്നതും വസ്തുതയില്ലാത്ത വാദമാണ്. കരിപ്പൂരിൽ നടന്നതുപോലെ തന്നെയുള്ള വിമാനാപകടമായിരുന്നു മംഗലാപുരത്ത് നടന്നത്. കാരണം മംഗലാപുരത്തും ടേബിൾ ടോപ്പ് റൺവേ ആണ്. അവിടെയും വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പകുതി ദൂരം പിന്നിട്ട ശേഷം മാത്രമേ വിമാനം റൺവേയിൽ തൊടുന്നുള്ളൂ. പിന്നീട് പൈലറ്റിന് ആ ഒരു വിമാനത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരികയും പൈലറ്റ് വിമാനം പൊടുന്നനെ റൺവേയിൽ നിന്ന് മാറി താഴേക്ക് പതിക്കുകയുമായിരുന്നു. കരിപ്പൂരിൽ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, ദീപക് സാന്തെ ഈ ഒരു അപകടം മുന്നിൽ കണ്ടതുകൊണ്ടാവാം അദ്ദേഹം വിമാനത്തെ 2 പ്രാവശ്യം ഗോ അറൗണ്ട് ചെയ്യിച്ചതിന് ശേഷം 3ാമത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓഫ് ചെയ്യുകയും അതുപോലെ എണ്ണ തീർക്കുകയും ചെയ്തിരുന്നു. എണ്ണ തീർത്ത് എഞ്ചിൻ ഓഫ് ആയതിനു ശേഷം മാത്രമേ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ, അതായത് ഇടിച്ചിറക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇടിച്ചിറക്കിയത് കൊണ്ട് തന്നെ ആവാം വിമാനം പോയി മതിലിൽ ഇടിച്ച് നിന്നിട്ടും വിമാനം അങ്ങനെ കത്താതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. ആകെ 19 ആളുകളാണ് മരണപ്പെട്ടത്. എന്നാൽ അങ്ങനെ കത്തുകയായിരുന്നെങ്കിൽ അതിലും കൂടുതൽ ആളുകൾ ഇവിടെ മരണപ്പെടുമായിരുന്നു. എന്നാൽ നൂതന സാങ്കേതിക വിദ്യ ഈ ഒരു അപകടത്തെ, അതായത് ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് തെന്നിമാറുന്ന വിമാനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുതിയൊരു നൂതന സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാങ്കേതിക വിദ്യ ഈ 2 വിമാനത്താവളങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടത്തെ നമുക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുമായിരുന്നു. ആ ഒരു സാങ്കേതിക വിദ്യയുടെ പേരെയാണ് ഇമാസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ഈ വിമാനം തെന്നി മാറുന്ന സമയത്ത് ആ ഒരു റൺവേയുടെ എൻഡിൽ കുറച്ച് സ്ഥലങ്ങളിലായി വിമാനത്തിന്റെ ടയറിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഗ്രിപ്പിങ്ങുകൾ നൽകി ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അവിടെ വിമാനത്തിന്റെ ആ ഒരു സ്പീഡ് വളരെ വേഗത്തിൽ കുറക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതലം നിർമ്മിക്കുക എന്നതാണ്. റൺവേയുടെ സുരക്ഷാ മേഖലകൾ കഴിഞ്ഞാൽ, അതായത് റൺവേയുടെ എൻഡിങ്ങിൽ നിന്നുമാണ് ഈ ഒരു സ്ഥലം ഉണ്ടാവുക. വളരെ കുറച്ച് മാത്രമേ ഈ ഒരു സ്ഥലം ഉണ്ടാവുകയുള്ളൂ. അതുതന്നെ ഈ ഒരു സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് 80 മൈൽ സ്പീഡിൽ വരുന്ന വിമാനത്തെ വരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ഈ ഒരു ഇമാസ് സാങ്കേതിക വിദ്യ കരിപ്പൂരിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ അപകടം പാടെ ഒഴിവാക്കാമായിരുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
എന്തായാലും കോവിഡിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മുങ്ങിയിരിക്കുന്ന കേരളത്തിന് ഇതൊരു വലിയ ദുരന്തം തന്നെയാണ്. ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാം. ബൈ ബൈ.